നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കേരള വിഷൻ കേബിൾ ടി ഉപഭോക്താക്കൾക്ക് ഇനി രാജ്യത്ത് എവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ ആസ്വദിക്കാം. KV Go എന്ന പുതിയ മൊബൈൽ TV സേവനത്തിന് തിരുവനന്തപുരത്ത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തുടക്കം. പ്രിയ നേതാവിന് നാട് യാത്രാമൊഴിയേകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന് നേതാക്കൾ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. 1,00,000 ലക്ഷത്തിലധികം പേർക്കുള്ള ഊട്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും 48 വർഷങ്ങളുടെ പുണ്യവുമായി പാലയൂരിലെ തിരുനാളിന് സദ്യവട്ടങ്ങളുമായി ഗുരുവായൂർ നാരായണൻ നായർ. പുന്നയൂരിലെ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഭരണസമിതിക്കെതിരെ തിരിയുന്നു. രാഷ്ട്രീയമായി ദുരഭിമാനത്താൽ ജനങ്ങളുടെ ചിരകാല അഭിലാഷത്തെ അട്ടിമറിക്കാനാണ് UDF ഭരണസമിതിയുടെ ശ്രമമെന്ന് ആക്ഷേപം. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. തീരദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 മീറ്ററോളം കടൽ കയറി. വാർത്തകൾ വിശദമായി. കേരള വിഷൻ കേബിൾ TV ഉപഭോക്താക്കൾക്ക് ഇനി രാജ്യത്ത് എവിടെയിരുന്ന് മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ കാണാം. KV Go എന്ന പുതിയ മൊബൈൽ TV സേവനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള വിഷന്റെ കേബിൾ TV ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ രാജ്യത്ത് എവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ TV ചാനലുകൾ കാണാം. മൊബൈൽ ഫോണിലും ടെലിവിഷൻ ചാനലുകൾ ലഭ്യമാകുന്ന പുതിയ സേവനത്തിനാണ് KV Goയിലൂടെ കേരള വിഷൻ തുടക്കം കുറിക്കുന്നത്. KV Go സേവനത്തിന്റെ ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ KK മേനോൻ നിർവഹിച്ചു. കേരള വിഷന്റെ കേബിൾ TV ഉപയോഗിക്കുന്നവർക്ക് തങ്ങളുടെ പക്കലുള്ള 1-2 മൊബൈൽ ഫോണുകളിൽ സൗജന്യമായാണ് ഈ സേവനം ലഭിക്കുകയെന്ന് KCCL ചെയർമാൻ സുരേഷ് കുമാർ PP പറഞ്ഞു. KV Go പ്രൊഡക്റ്റ് ലൈൻ വഴി ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മുടെ ട്രഡീഷണൽ സെറ്റ് ടോപ്പ് ബോക്സ് വീടുകളിലുണ്ട്, നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 30 ലക്ഷം വീടുകളിൽ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ 15 ലക്ഷം ഭവനങ്ങളിൽ നമുക്കൊന്ന് ബ്രോഡ്ബാൻഡ് ഉണ്ട്. അതിൽ ഏകദേശം ഈ 2-3 വർഷം കൊണ്ട് തന്നെ IPTVയുടെ തുടക്കകാലത്ത് തന്നെ നമുക്ക് ഇന്നൊരു 50,000-ൽ താഴെ സബ്സ്ക്രൈബർ IPTVയിലുണ്ട്. അപ്പോൾ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള വരിക്കാർക്ക് IPTV സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും ഡിജിറ്റലായിട്ടുള്ള 30 ലക്ഷം വരിക്കാർക്കും ഇന്നു മുതൽ നമ്മൾ 2 മാസത്തേക്ക് എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് KV Go കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ കൺസ്യൂമർക്കും 2 മാസത്തേക്ക് പ്രൊമോഷണൽ ഓഫറായിട്ട് ഈ ഫീച്ചർ ലഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനോ IPTV സബ്സ്ക്രിപ്ഷനോ നിലനിർത്തുന്നവർ എല്ലാവർക്കും തുടർന്നും ഹയർ പാക്കേജുകളിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കും. ആദ്യഘട്ടത്തിൽ ഏഷ്യാനെറ്റ്, സ്റ്റാർ പ്ലസ്, കളേഴ്സ്, സ്റ്റാർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ജിയോ സ്റ്റാറിന്റെ എല്ലാ ചാനലുകളിലും HD നിലവാരത്തിൽ മൊബൈൽ ഫോണിൽ കിട്ടുമെന്നതാണ് KV Goയുടെ പ്രത്യേകത. കേരള വിഷന്റെ KEE എന്ന OTT IPTV മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ഈ സേവനം ലഭിക്കുക. KEE OTT ആപ്പ് ലഭിക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് കേരള വിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ KV Go ആക്റ്റീവ് ആകും. കേരള വിഷന്റെ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സേവനം ലഭിക്കുമെന്നതാണ് KV Goയുടെ സവിശേഷത. IPTV സേവനം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്കും ഈ സേവനം ലഭിക്കുമെന്ന് KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് പറഞ്ഞു. KV Go എന്നുള്ള പേരിൽ നമ്മളുടെ കീ ആപ്പിൻ്റെ ഭാഗമായി നമ്മൾ വയർലെസ് ആയിക്കൊണ്ട് തന്നെ വയേർഡിൻ്റെ ഒരു കണക്ടിവിറ്റിയിൽ നിന്നും മോചിതമായിക്കൊണ്ട് വയേർഡ് കണക്ടിവിറ്റിയിൽ എല്ലാ ചാനലുകളും രാജ്യത്തെ മുഴുവൻ ചാനലുകളിൽ ലഭ്യമാക്കാവുന്ന രീതിയിൽ KV Go നമ്മൾ കൊണ്ടുവരികയാണ്.
അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ ജിയോ സ്റ്റാറിൻ്റെ ലേബലിലുള്ള മുഴുവൻ ചാനലുകളും ഇന്നു മുതൽ നമ്മൾ KVGO പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുകയാണ്. KVGOയിൽ തുടക്കത്തിൽ ജിയോ സ്റ്റാർ ചാനലുകൾ മാത്രമാണ് ലഭിക്കുന്നതെങ്കിലും മറ്റു ബ്രോഡ്കാസ്റ്റർമാരുടെ ചാനലുകളും ക്രമേണ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കും. പ്രൊമോഷന്റെ ഭാഗമായി 2 മാസത്തേക്ക് എല്ലാ കേരള വിഷൻ ഡിജിറ്റൽ TV വരിക്കാർക്കും ഈ സേവനം ലഭിക്കുന്നതാണ്. തുടർന്നും KVGO ലഭ്യമാകണമെങ്കിൽ ഇക്കണോമിയോ അതിനു മുകളിലുള്ള കേബിൾ TV പാക്കേജുകളോ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. കേരള വിഷനിൽ മാത്രമേ സംസ്ഥാനത്ത് KVGO സേവനം ലഭിക്കുകയുള്ളൂ. 30 ലക്ഷം കേബിൾ TV വരിക്കാരും 15 ലക്ഷത്തോളം ഇന്റർനെറ്റ് വരിക്കാരുമുള്ള രാജ്യത്തെ ആദ്യത്തെ 5 സേവനദാതാക്കളുടെ പട്ടികയിൽപ്പെടുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സേവനദാതാവാണ് കേരള വിഷനെന്നും KCCL ഭാരവാഹികൾ പറഞ്ഞു. ജിയോ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സുനോജ് കുമാർ NK, KCCLന്റെയും KVBLന്റെയും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ N, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ K ഗോവിന്ദൻ, കേരള വിഷൻ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതികുമാർ VS, ന്യൂസ് മലയാളം MDയും COA എക്സിക്യൂട്ടീവ് അംഗവുമായ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പ്രിയ നേതാവിന് നാട് യാത്രാമൊഴിയേകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിലെ സ്വവസതിക്ക് മുന്നിൽ വെച്ച് വാഹനമിടിച്ചു പരിക്കേറ്റ മാധവൻ ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിലും പിന്നീട് എറണാകുളം റിനെ മെഡിസിറ്റിയിലുമായിരുന്നു ചികിത്സ. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ചൊവ്വാഴ്ച രാത്രി 11:15 അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം ബുധനാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ DCC ഓഫീസിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളും മത സാമുദായിക നേതാക്കളും കോൺഗ്രസ് ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് മുണ്ടൂരിലെ വസതിയിലേക്ക് എത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനും പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാനും ആയിരങ്ങളാണ് എത്തിയത്. മുഖ്യമന്ത്രി VD സതീശനുവേണ്ടി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. മന്ത്രിമാരായ അഡ്വക്കേറ്റ് OJ ജനീഷ്, PC വിഷ്ണുനാഥ്, KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ, MPമാരായ ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, ജെബി മേത്തർ, മുൻ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, VC കബീർ മാസ്റ്റർ, KC ജോസഫ്, PC ചാക്കോ, MLAമാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, പ്രൊഫസർ C രവീന്ദ്രനാഥ്, രാജൻ പല്ലൻ, TJ സനീഷ് കുമാർ, NK അക്ബർ, VP സജീന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, AICC അംഗം അനിൽ അക്കര, KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, KPCC സെക്രട്ടറി CC ശ്രീകുമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പ്രിയ നേതാവിന് യാത്രാമൊഴിയേകാൻ എത്തിയിരുന്നു. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം മൃതദേഹം പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തി. 6 പതിറ്റാണ്ടിലേറെ നീണ്ട പൊതുപ്രവർത്തനത്തിന് വിരാമമിട്ടാണ് PA മാധവൻ എന്ന രാഷ്ട്രീയ നേതാവ് ഓർമ്മയായി മാറിയത്. PA മാധവന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന നേതാക്കൾ പ്രമുഖർ അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ട മാധവേട്ടൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. MLA ആയും DCC പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായൊക്കെ പ്രവർത്തിച്ച അദ്ദേഹത്തെ സംബന്ധിച്ച് ദീർഘകാലമായ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന നേതാവാണ്. ഈ ജില്ലയിലെ തന്നെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. വളരെ കാലമായി അടുത്തറിയുന്ന ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്, ഏത് കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കാൻ സാധിക്കുന്ന, ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെയും ഒരു ജ്യേഷ്ഠ സഹോദരനുമാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തും. പഴയ തലമുറയിലെ കോൺഗ്രസിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ശ്രീ മാധവനും, ലളിതമായ ജീവിതം, സത്യസന്ധമായ പ്രവർത്തനം, അഴിമതിരഹിതമായ സമീപനം, പൊതുപ്രവർത്തനം, ഇതെല്ലാം മാധവനിലൂടെ പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായി മാറിയിട്ടുണ്ട്.
മാധവൻ ഒരു ബലമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങൾക്കുമല്ല. ചെറുപ്പത്തിലെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയ കാലം മുതൽ തന്നെ ജില്ലയിൽ മാധവൻ എത്തിച്ചേരാത്ത ഒരു സ്ഥലവും ഇല്ലെന്ന് തന്നെ പറയാം. ഏത് പ്രവർത്തകരെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം മാധവനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മാധവൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്, മരിക്കാത്ത അനുഭവങ്ങളാണ്. മാധവൻ്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ട മാധവന് ഏറെ ദുഃഖത്തോടെ, അതീവ ദുഃഖത്തോടെ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 5 പതിറ്റാണ്ട് കാലമായി ശ്രീ മാധവൻ ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി മാധവൻ പ്രവർത്തിക്കുമ്പോൾ ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം നിയമസഭാംഗമായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി. ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും തികഞ്ഞ ആത്മാർത്ഥത കാണിക്കാനും ജനകീയ പ്രശ്നങ്ങളോട് പ്രത്യേകമായ താല്പര്യം കാണിക്കാനും ശ്രീ മാധവൻ കാണിച്ച ഔത്സുക്യം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. രാഷ്ട്രീയവും രാഷ്ട്രീയാതീതവുമായ അരനൂറ്റാണ്ട് കാലത്തെ ഒരാത്മബന്ധമാണ് ശ്രീ മാധവനുമായി എനിക്കുള്ളത്. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ഒരു പ്രതീകമായിട്ടാണ് ശ്രീ മാധവനെ ഞങ്ങൾ കാണുന്നത്. തൃശ്ശൂരിലെ കോൺഗ്രസ്സിന് ഒരു കാലത്തും വിസ്മരിക്കാനാവാത്ത ആത്മാർത്ഥതയുടെ പ്രതീകമായ ഒരു സഹപ്രവർത്തകൻ. വിധിക്ക് മുൻപിൽ കീഴടങ്ങേണ്ടി വരുമ്പോഴും മാധവൻ അനേകായിരം കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഒരാവേശമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. മാധവൻ്റെ നിര്യാണത്തിനുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലത്തും ഇവരുടെ വീട് വന്ന് കാണാനും ബന്ധപ്പെടുന്ന ഒരാൾക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ കർമ്മരൂപമായി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ PA മാധവന് അന്തിമോപചാരം അർപ്പിച്ച് CCTV. ബുധനാഴ്ച വൈകിട്ട് മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ പുഷ്പചക്രം അർപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 11:15 അദ്ദേഹത്തിന്റെ അന്ത്യം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃശൂർ DCC ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹം മുണ്ടൂരിലെ വീട്ടിലെത്തിച്ചത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേരാണ് മുൻ MLA കൂടിയായ PA മാധവന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ചാവക്കാട് തഹസിൽദാർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും പുകഞ്ഞ നീരസത്തിനും കടുത്ത പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ തഹസിൽദാരെ മാറ്റി നിയമിച്ചു. ഇടതുപക്ഷ അനുകൂല യൂണിയൻ പ്രവർത്തകനെ ചാവക്കാട് തഹസിൽദാറായി നിയമിച്ചതിനെതിരെ പ്രാദേശിക UDF നേതൃത്വവും സർവീസ് സംഘടനകളും ഉയർത്തിയ ശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് പുതിയ നിയമനം. താലൂക്കിന്റെ ചുമതലയിലേക്ക് UDF അനുകൂല യൂണിയൻ അംഗമായ ചാവക്കാട്ടുകാരനെ തന്നെ നിയമിക്കണമെന്നായിരുന്നു UDF നേതാക്കളുടെ പ്രധാന ആവശ്യം. NGO അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും കോൺഗ്രസ് ജില്ലാ നേതൃത്വവും വഴി ഈ ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളെയെല്ലാം നിരാകരിക്കും വിധം ഇടതുപക്ഷ യൂണിയൻ അംഗത്തെ തഹസിൽദാറായി നിയമിച്ചതാണ് പ്രാദേശിക UDF പ്രവർത്തകരെ ഞെട്ടിച്ചത്. കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് ഇടപെട്ടാണ് ഇടത് യൂണിയനിൽപ്പെട്ട ആൾക്ക് ചാവക്കാട്ട് നിയമനം വാങ്ങി നൽകിയത് എന്ന് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകളും പ്രാദേശിക നേതാക്കളും ആരോപിച്ചിരുന്നു. ഇതേ ചൊല്ലി പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം വലിയ രീതിയിലുള്ള തർക്കങ്ങളും ചൂടേറിയ ചർച്ചകളും നടന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അണികളിൽ നിന്ന് കടുത്ത അമർഷമുയർന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ തിരുത്തൽ നടപടി ഉണ്ടായത്. പ്രാദേശിക വികാരവും പ്രവർത്തകരുടെ പ്രതിഷേധവും കണക്കിലെടുത്ത് നിലവിലെ ഇടത് യൂണിയൻ അംഗത്തെ മാറ്റുകയും പ്രാദേശിക നേതൃത്വം മുൻപോട്ട് വെച്ച ആളെ തന്നെ ചാവക്കാട്ട് തഹസിൽദാറായി നിയമിക്കുകയും ചെയ്യുകയായിരുന്നു. വിവാദമായ നിയമനം റദ്ദാക്കി പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ട വ്യക്തിയെ തന്നെ പുതിയ തഹസിൽദാറായി നിയമിച്ചുകൊണ്ട് ഉത്തരവും പുറത്തിറങ്ങി. ഇതോടെ താലൂക്കിലെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞ വലിയൊരു തർക്കത്തിനാണ് താൽക്കാലിക പരിഹാരമായത്.
ചാവക്കാട് എടക്കഴിയൂർ അതിർത്തിയിൽ തെരുവുനായ ആക്രമണത്തിൽ 17 വളർത്തുകോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. പെട്രോൾ പമ്പിന് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന പുതുവീട്ടിൽ മടത്തിപ്പറമ്പിൽ ഷംസുദ്ദീന്റെ വീട്ടിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ഷംസുദ്ദീൻ താമസിക്കുന്ന വീടിന് സമീപത്തെ പറമ്പിലായിരുന്നു കോഴികൾക്ക് കൂടൊരുക്കിയിരുന്നത്. ശക്തമായ ഇരുമ്പ് കൂട് തകർത്താണ് നായ്ക്കൾ അകത്ത് കടന്നതും കോഴികളെ കൊന്നൊടുക്കിയതും. മേഖലയിൽ തെരുവുനായ ശല്യം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഭീഷണിയായ തെരുവുനായ ശല്യത്തിന് എത്രയും വേഗം അധികൃതർ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ചാവക്കാട് നഗരത്തെ മാലിന്യമുക്തവും സുന്ദരവുമാക്കാനായി നഗരസഭ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ട്വിൻ ബിൻ സ്ഥാപിക്കലിന് തുടക്കമായി. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി 59 കേന്ദ്രങ്ങളിലാണ് ട്വിൻ ബിന്നുകൾ സ്ഥാപിക്കുന്നത്. 13,40,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒഴിവാക്കി നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത്തരം പ്രവർത്തനങ്ങൾ ചന്തമുള്ള ചാവക്കാട് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് ബി പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH സലാം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രങ്കോട്ട്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രഞ്ജിത്ത് കുമാർ, നഗരസഭാ കൗൺസിലർ ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. 23-ാം വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഹിബ മിഷിഹാദ് സ്വാഗതവും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ M നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, നഗരസഭാ ജീവനക്കാർ, DMC ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അക്കിക്കാവിൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ട KSRTC ലോ ഫ്ലോർ ബസ് നീക്കം ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 10:30-ഓടെയാണ് കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്നിരുന്ന KSRTC ബസ് സമീപത്തെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. അപകടത്തിൽ KSRTC ബസ്സിലെ ഡ്രൈവർ എറണാകുളം കുമ്പളങ്ങി പന്നാമ്പള്ളി വീട്ടിൽ 49 വയസ്സുള്ള ജോർജ് P. ജോസഫ് മരണപ്പെട്ടിരുന്നു. ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെ 7ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട ബസ് വ്യാഴാഴ്ച രാവിലെയാണ് നീക്കം ചെയ്തത്. ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ക്രെയിനുകളുടെ സഹായത്തോടെ കെട്ടിടത്തിന് ഉള്ളിൽ നിന്ന് ബസ് പുറത്തെടുക്കുകയായിരുന്നു. ബസ് നീക്കം ചെയ്യുമ്പോൾ പാതയിൽ ഭാഗികമായി ഉണ്ടായ ഗതാഗത തടസ്സം സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും KSRTC ജീവനക്കാരും ചേർന്ന് നിയന്ത്രിച്ചു. പ്രസിദ്ധമായ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖാന തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. 1,00,000 ലക്ഷത്തിലധികം പേർക്കുള്ള ഊട്ടിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ ഭക്തിനിർഭരമായ ദുഃഖാന ഊട്ടിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പറഞ്ഞു. ഏകദേശം 1,00,000 ലക്ഷത്തിലധികം പേർക്കുള്ള നേർച്ച ഊട്ടിനാണ് ഒരുങ്ങുന്നത്. ഭക്തജനങ്ങൾക്കായി നേർച്ച ഊട്ടും നേർച്ച പായസവും പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യവും തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ ദിവ്യബലികൾ ഉണ്ടായിരിക്കും. രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷം തളിയക്കുളത്തിൽ നിന്നും കൊടിയേറ്റ പ്രദക്ഷിണം, തുടർന്ന് ദുഃഖാന ഊട്ട്, ആശീർവാദം എന്നിവ നടക്കും. പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികനാകും. രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാന, തിരുനാൾ കൊടിയേറ്റം എന്നിവ ഉണ്ടാകും. ഇടവകയിൽ തോമസ് നാമധാരികളുടെ സമർപ്പണവും നടക്കും. വൈകിട്ട് 4 മണിക്ക് ഫാദർ ബിജു പാണയങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാന ഉണ്ടാകും. ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ, ഫാദർ ജാക്സൺ തെക്കേക്കര എന്നിവർ സഹകാർമ്മികരാകും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്തിന്റെ നേതൃത്വത്തിൽ ഇടവക ട്രസ്റ്റിമാരായ ഹൈസൺ PA, ഫ്രാൻസി ചൊവ്വലൂർ, സേവിയർ വാകയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, ഫ്രാൻസിസ് ML എന്നിവർ ഉൾപ്പെടെ വിപുലമായ കമ്മിറ്റി ദുഃഖാന തിരുനാളിന്റെ വിജയപ്രദമായ നടത്തിപ്പിനായി പ്രവർത്തിച്ചു വരുന്നു. മാർത്തോമാ ശ്ലീഹായാല് കുരിശ് സ്ഥാപിച്ച് പണിതുയർത്തിയ ഈ പാലയൂർ തീർത്ഥകേന്ദ്രം ദുഃഖാന ഊട്ടിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടക്കുകയാണ്. ഊട്ടുസദ്യയോടൊപ്പം തന്നെ പപ്പടം, പഴം, പായസം. ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ഈ ഊട്ടുനേർച്ചയിൽ പങ്കുചേരുവാനും മാർത്തോമാ ശ്ലീഹായുടെ എല്ലാ മാധ്യസ്ഥവും ഈശോ വഴി ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും നാളെ നടത്തുന്ന ഊട്ടുതിരുനാളിൽ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നാളത്തെ തിരുക്കർമ്മങ്ങൾ രാവിലെ 6:30 ആരംഭിക്കും. ആ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഊട്ടുനേർച്ചയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഊട്ടുനേർച്ചയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും 48 വർഷങ്ങൾ. പാലയൂരിലെ തിരുനാൾ സദ്യവട്ടങ്ങളുമായി ഗുരുവായൂർ നാരായണൻ നായർ. ചാവക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
പാലയൂർ മഹാതീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിനും ദുക്രാന ഊട്ടുതിരുനാളിനും സ്നേഹത്തിന്റെയും ഭക്തിയുടെയും രുചിക്കൂട്ടുമായി ഗുരുവായൂർ OK നാരായണൻ നായർ ഈ വർഷവും ചരിത്രം ആവർത്തിക്കുന്നു. തുടർച്ചയായി 48-ാം വർഷമാണ് അദ്ദേഹം പാലയൂർ പള്ളിയിലെ സദ്യവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1978-ൽ കേവലം ഒരു ചാക്കരിയുടെ സദ്യയൊരുക്കിക്കൊണ്ടാണ് നാരായണൻ നായർ പാലയൂരിൽ തന്റെ സേവനം ആരംഭിച്ചത്. പിന്നീട് 1993-ൽ ദുക്രാന ഊട്ടുതിരുനാൾ ആരംഭിച്ചപ്പോൾ 1000 പേർക്കായിരുന്നു ആദ്യമായി സദ്യയൊരുക്കിയത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ 30,000-ഓളം പേർക്കാണ് നാരായണൻ നായരും സംഘവും വിഭവസമൃദ്ധമായ സദ്യയൊരുക്കുന്നത്. തികഞ്ഞ സംതൃപ്തിയോടെയാണ് താനിത് ചെയ്യുന്നതെന്നും ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം പാലയൂർ പള്ളിയിലെ സദ്യവട്ടങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്നും നാരായണൻ നായർ പറഞ്ഞു. ഏതായാലും അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഈ ഊട്ടിൻ്റെ പരിപാടികളിലേക്ക് ഇതിനൊരു നേതൃത്വം വഹിക്കാനും ഇതിൻ്റെ പരിപാടി ചെയ്യുവാനൊക്കെ ഉള്ളൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു സമ്മതം എനിക്ക് കിട്ടിയെന്നുള്ളൊരു വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരുടെയും അംഗീകാരം, ഇടവക്കാരെല്ലാവരുടെ ഒരു അംഗീകാരമാണ് ഇത്രയും കൊല്ലമായിട്ട് ഇത് മുടങ്ങാതെ ചെയ്തു പോകാനുള്ള ഒരു കാരണം എന്നാണ്. അതേപോലെ എന്താ പറയുക, എല്ലാവരുടെയും ഒരു താല്പര്യം കൂടിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയാണ്. ഇത്തവണ 22 തൊഴിലാളികളടങ്ങുന്ന വലിയ സംഘവുമായാണ് അദ്ദേഹം സദ്യയൊരുക്കാൻ എത്തിയത്. പിതാവിന് തുണയായി മകൻ രഞ്ജിത്തും ഒപ്പമുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, പായസം, പഴം എന്നിവയടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് തിരുനാളിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി ഇവിടെ ഒരുങ്ങുന്നത്. കേവലം പാലയൂരിൽ മാത്രമല്ല, സദ്യവട്ടങ്ങളിൽ തനതായ കൈപുണ്യം തെളിയിച്ച നാരായണൻ നായർ തൃശൂർ ജില്ലയിലെ നിരവധി പള്ളികളിലെ തിരുനാളുകൾക്കും ക്ഷേത്രങ്ങളിലെ പ്രസാദ ഊട്ടുകൾക്കും സദ്യയൊരുക്കി ജനശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ്. ഈ രംഗത്ത് ഉദാത്തമായ മാതൃകയായി മാറിയ ഈ 70-കാരൻ ഇന്നും അതേ ചുറുചുറുക്കോടെ സദ്യവട്ടങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. ഇന്ധനവില വർധനയെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായ മോട്ടോർ വാഹന മേഖലയെ സംരക്ഷിക്കാൻ നികുതി ഇളവ് അനുവദിക്കണമെന്ന് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ കുന്നംകുളം മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ടി കെ കൃഷ്ണൻ സ്മാരക മന്ദിരത്തിലെ ബാബുവും പാലിശ്ശേരി നഗറിൽ നടന്ന സമ്മേളനം മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സുനീഷ് ഐനപ്പുള്ളി പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി MN മുരളീധരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചടങ്ങിൽ CK രവി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സുനീഷ് ഐനപ്പുള്ളി സ്വാഗതവും CS സത്യൻ നന്ദിയും പറഞ്ഞു. യൂണിയന്റെ പുതിയ ഭാരവാഹികളായി CS സത്യൻ പ്രസിഡന്റ്, സുനീഷ് ഐനപ്പുള്ളി സെക്രട്ടറി, TA വേലായുധൻ ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. നഗരത്തിലെ അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുന്നയൂരിലെ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം തുറന്ന് നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഭരണസമിതിക്കെതിരെ തിരിയുന്നു. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. അനേകം പ്രതിസന്ധികൾ മറികടന്ന് നിർമ്മിച്ച ശ്മശാനത്തിന് നേരിട്ട താൽക്കാലിക തകരാർ പരിഹരിക്കാൻ കഴിയാത്തത് നിലവിലെ ഭരണസമിതിയുടെ വീഴ്ചയായി തന്നെ ജനം വിലയിരുത്തുന്ന സ്ഥിതിയാണ്. നിലവിൽ സമീപമുള്ള വടക്കേക്കാട് പഞ്ചായത്തിലും ശ്മശാനം പ്രാവർത്തികമായിട്ടില്ല. ഇതുമൂലം ഒരാൾ മരിച്ചാൽ സംസ്കാരം നടത്തണമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ആംബുലൻസിനും മറ്റ് ചിലവുകൾക്കുമായി വലിയ തുകയാണ് വേണ്ടിവരുന്നത്. 1.5 കോടി രൂപ ചെലവിട്ട് 9 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത ശ്മശാനം രാഷ്ട്രീയ പോരിൽ അടച്ചതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ ബർണറുകൾ പ്രവർത്തിക്കാതെ മൃതദേഹം ഭാഗികമായി കത്തി ചേംബറിൽ കുടുങ്ങിയിരുന്നു. പിന്നീട് ജനറേറ്റർ ഉപയോഗിച്ച് സംസ്കാരം പൂർത്തിയാക്കിയ ശേഷം ശ്മശാനം അടച്ചിടാൻ പഞ്ചായത്ത് നിർദ്ദേശിച്ചു. ഇതിനിടെ ശ്മശാനം തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം നടത്തിയിരുന്നുവെങ്കിലും നിലവിലെ ഭരണസമിതി പ്രശ്നപരിഹാരത്തിനായി ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായിട്ടില്ല. യന്ത്രം സ്ഥാപിച്ച റെയ്ഡ്കോ അധികൃതർ സാങ്കേതിക തകരാർ പരിഹരിച്ച് യന്ത്രം പ്രവർത്തന സജ്ജമാണെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും ശ്മശാനം തുറക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. ശ്മശാനത്തിലെ പാനൽ ബോർഡിലേക്ക് കൃത്യമായി വൈദ്യുതി എത്തുന്നില്ലെന്നും ചില സമയം അധിക വോൾട്ടേജ് വരുന്നുണ്ടെന്നും താൽക്കാലിക കണക്ഷൻ സ്ഥിര കണക്ഷനാക്കണമെന്നും ആവശ്യപ്പെട്ട് ഏപ്രിൽ 20-ന് റെയ്ഡ്കോ പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. ആ കത്തും ഭരണസമിതി പരിഗണിച്ചിട്ടില്ല എന്നാണ് അറിവ്. ദീർഘകാലം പഞ്ചായത്ത് ഭരിച്ച UDF-ന് സാധിക്കാത്തത് കഴിഞ്ഞ LDF ഭരണസമിതിയാണ് യാഥാർത്ഥ്യമാക്കിയത്. തകരാറുണ്ടാക്കിയ കമ്പനിക്കെതിരെ ഇതുവരെ നിയമ നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. നേരത്തെ കണ്ടെത്തിയ തകരാറുകൾ ബന്ധപ്പെട്ട കമ്പനികൾ വന്ന് പരിഹരിക്കുകയും ശ്മശാനം പ്രവർത്തനക്ഷമമാണെന്ന് വ്യക്തമാക്കിയുള്ള കത്ത് ഏപ്രിൽ 10-ന് നൽകിയിട്ടുമുണ്ട്. ഇനിയും ഇതേ സമീപനം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ബഹുജന പ്രക്ഷോഭമാണ് ഉയർന്നുവരിക.
കേച്ചേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന 78-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഴവഞ്ചേരി കളരിക്കൽ വീട്ടിൽ വേലായുധന്റെ ഭാര്യ 78 വയസ്സുള്ള തങ്കമണിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തങ്കമണി സ്ഥിരമായി ജോലിക്കായി പോകാറുള്ള സമീപത്തെ വീട്ടുകാർ ഇവർ ജോലിക്ക് വരാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. തുടർന്ന് വൈകിട്ട് 3:30 വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന് പുറകുവശത്ത് വീണ് കിടക്കുന്ന നിലയിൽ തങ്കമണിയെ കണ്ടെത്തിയത്. പരിശോധനയിൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. വിവരമറിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ കുന്നംകുളം ഹനീഫാസ് ക്ലിനിക് ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് സംസ്കാരം നടത്തും. വടക്കേക്കാട് പഞ്ചായത്തിൽ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. നായരങ്ങാടി ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷനായി. കൃഷി ഓഫീസർ K ശ്രീരാഗ് പദ്ധതി വിശദീകരണം നടത്തി. കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് വടക്കേക്കാട് പഞ്ചായത്തിലെ വിവിധ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥർ ക്ലാസുകളെടുത്തു. പഞ്ചായത്തിൽ വിവിധ സ്ഥിരം സമിതി അധ്യക്ഷർ, വാർഡ് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, കർഷകർ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നൂർക്കുളം ഉപ്പുങ്കൽ കോൾപ്പടവിലും പാലക്കൽ പാടത്തും കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് പഞ്ചായത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായതോടെയാണ് ഇവിടം മാലിന്യം തള്ളൽ കേന്ദ്രമായത്. ഈ ആഴ്ചയിൽ 2ാം തവണയാണ് ഉപ്പുങ്ങൽ ചങ്കരംകുളം റോഡിന് സമീപത്തെ പാലാക്കൽ പാടശേഖരത്തിലേക്ക് മാലിന്യം ഒഴുക്കിയിട്ടുള്ളത്. മഴ പെയ്യുന്നതിനാൽ ഇവിടെ മാലിന്യം തള്ളുന്നത് അറിയാറില്ല. രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടെ വ്യാഴാഴ്ച സമീപ വീട്ടുകാർ സ്ഥലത്ത് പരിശോധന നടത്തി. വെള്ളത്തിന് കറുത്ത നിറവും ദുർഗന്ധം ഉള്ളതുമാണ്. വെള്ളത്തിനു മുകളിൽ പാടയും കെട്ടിക്കിടക്കുന്നുണ്ട്. നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കാറുണ്ടെങ്കിലും കാര്യക്ഷമമായ യാതൊരു നടപടികളും ഉണ്ടാകാറില്ല എന്ന് പറയുന്നു. സമീപവാസികൾക്ക് വീടുകളുടെ വാതിലുകളും ജനലുകളും തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വഴിക്കണ്ണ് എന്ന പേരിൽ 2019 പഞ്ചായത്തിലെ 32 സ്ഥലങ്ങളിലായി 60ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഒരെണ്ണം പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. പ്രധാന ക്യാമറകളുടെ ദൃശ്യങ്ങൾ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് ഹാളിൽ സ്ഥാപിച്ച മോണിറ്ററിൽ പൊതുജനങ്ങൾക്ക് കാണാമായിരുന്നു. ഈ സംവിധാനവും ഇപ്പോൾ താറുമാറായി. ക്യാമറകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് വഴിക്കണ്ണ് പദ്ധതി ഇല്ലാതാകാൻ കാരണം. പുതിയ ഭരണസമിതിയും ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ക്യാമറകൾ ഇല്ലാതായതോടെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതും പതിവായി. അറവുമാലിന്യം, ഹോട്ടലിലെ ഭക്ഷണ പാചക അവശിഷ്ടം എന്നിവയും റോഡിൽ യഥേഷ്ടം തള്ളുന്നുണ്ട്. പരാതി നൽകിയാലും ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ പോലീസിനും താൽപര്യമില്ല. സ്വകാര്യ വ്യക്തികളുടെ വീടിനു മുന്നിലും സ്ഥാപനങ്ങളിലും ക്യാമറകൾ ഉണ്ടെങ്കിലും ഇവ പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ജാഗ്രതാ സമിതിയുടെയും ചൈൽഡ് പ്രൊട്ടക്ഷൻ സമിതിയുടെയും പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ പഞ്ചായത്ത് തല സമിതിയുടെ പ്രാഥമിക യോഗം തീരുമാനിച്ചു. നിയമ സംവിധാനത്തിന്റെ പൂർണ്ണ സുരക്ഷിതത്വം ഒരുക്കി പഞ്ചായത്തിനെ സ്ത്രീ ബാല സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ പ്രവർത്തനത്തിന് പിന്നിലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അയ്പ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, ഷൈലജ അരുൺദാസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, ജനപ്രതിനിധികളായ PM അലി, KH സിദ്ദിഖ്, അഖിൽ PP, മോനിഷ രജീഷ്, സ്വീറ്റി ഷാജി, സ്വപ്ന പ്രിൻസ്, ICDS ഓഫീസർ ലത, ചൈൽഡ് ലൈൻ കൗൺസിലർ ഷജീറ ബാനു, സ്കൂൾ കൗൺസിലർ അമൃത തുടങ്ങിയവർ സംസാരിച്ചു. തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ യാത്രക്കാരെ വലയ്ക്കുന്നു. മേഖലയിൽ കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകളാണ് ജനത്തിന് ദുരിതം സമ്മാനിക്കുന്നത്. പഴഞ്ഞി പട്ടിത്തടം റോഡ്, കൊങ്ങണ്ണൂർ കരിക്കാട് റോഡ്, അഗതയൂർ റോഡ്, അക്കിക്കാവ് K കരുണാകരൻ റോഡ് എന്നിവയാണ് തകർന്നു കിടക്കുന്നത്. കാട്ടകാമ്പാൽ പഞ്ചായത്തിനെയും പോർക്കുളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പട്ടിത്തടം റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. നിരവധി സമരങ്ങൾ നടന്നിട്ടും റോഡ് നവീകരണം പൂർത്തിയായില്ല. കൊങ്ങണ്ണൂർ കരിക്കാട് റോഡിന്റെ പോർക്കുളം പഞ്ചായത്തിന് കീഴിലുള്ള റോഡ് നവീകരിച്ചെങ്കിലും കടവല്ലൂർ പഞ്ചായത്തിന്റെ ഭാഗം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച അഗതയൂർ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പലതവണ സമരങ്ങൾ നടത്തിയിരുന്നു. കലശമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്താവുന്ന ഈ റോഡ് നന്നാക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അക്കിക്കാവ് K കരുണാകരൻ റോഡും കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുകയാണ്. പോർക്കുളം പഞ്ചായത്തിന് കീഴിലുള്ള ഭാഗത്താണ് കുണ്ടും കുഴിയുമുള്ളത്. തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മേഖലയിലെ മറ്റു റോഡുകൾക്ക് ശാപമോക്ഷമായെങ്കിലും ഈ റോഡുകൾ ജനത്തിന്റെ നടുവൊടിക്കുമ്പോൾ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പരസ്പരം പഴിചാരുകയാണ് വിവിധ സർക്കാർ വകുപ്പുകൾ. മഴ സജീവമായതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെടുകയും വിവിധ സംഘടനകൾ ശക്തമായ പ്രതിഷേധം നടത്തുകയും ചെയ്തെങ്കിലും ജനത്തിന്റെ ദുരിതം ഇപ്പോഴും തുടരുകയാണ്.
ലോക മലയാളി ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വേൾഡ് മലയാളി ഫെഡറേഷൻ സ്റ്റേറ്റ് ട്രഷറർ ബിനോയ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ വായിച്ച് ആസ്വദിക്കുവാനും അറിവ് നേടാനും ഉതകുന്ന വിവിധ തരങ്ങളിലുള്ള പുസ്തകങ്ങൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഡോക്ടർ സിത്താര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VHC പ്രിൻസിപ്പൽ വിപിൻ പി ചന്ദ്രൻ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗിൽബർട്ട് പാറമേൽ, VC മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി മാറ്റിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. എന്നാൽ 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്ന് CWSA ഭാരവാഹികൾ പറയുന്നു. സാഹചര്യം മൂലം രൂക്ഷമായ വിലക്കയറ്റമാണ് നിർമ്മാണ സാമഗ്രികൾക്ക് മുഴുവൻ. ആ സാഹചര്യത്തിൽ നമ്മളെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇവർ അതിഥി തൊഴിലാളികൾ ആഴ്ചയിൽ വില വർധനമാണ്, കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് ചെറുകിട കരാറുകാര്. നമ്മൾ ലേബർ ഓഫീസർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതുപോലെ പോലീസ് മറ്റുള്ള എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഏകീകൃത കൂലി 900 രൂപ പ്ലസ് ഭക്ഷണം. അങ്ങനെ ഏകീകൃത കൂലി. അതുപോലെ ഹെൽപ്പർക്ക് മെയ്സന് 1150 രൂപ. ആ ഒരു ലെവൽക്ക് ഏകീകൃത കൂലിയായിട്ടാണ് നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ബോർഡുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1200 രൂപയാണ് ഒരു മെയിൻ പണിക്കാരന്റെ കൂലി. പുരുഷ ഹെൽപ്പർമാർക്ക് 900 രൂപയും സ്ത്രീ ഹെൽപ്പർമാർക്ക് 700 രൂപയും ഇതോടൊപ്പം ഭക്ഷണവും നൽകുന്നുണ്ട്. എന്നാൽ വർക്ക് സൈറ്റിലെത്തുന്ന തൊഴിലാളികൾ അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ മടങ്ങിപ്പോവുകയാണ്. അതിനാൽ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. നമ്മുടെ ഈ നിർമ്മാണ മേഖലയില് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ ചെറുകിട കോൺട്രാക്ടർമാരൊക്കെ വളരെ കഷ്ടത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ ഓരോ ആഴ്ചയിലും അവർ കൂലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കൂലിയുടെ കാര്യത്തിൽ ഒരു ഏകീകൃത തീരുമാനം ഉണ്ടാവേണ്ടതാണ് എന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ അവരായിട്ട് നമ്മൾ നേരിട്ട് അവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോണത്. ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസിലും അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. ലയൺസ് ക്ലബ് ഗുരുവായൂർ റീജിയണൽ തല സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് നിർവഹിച്ചു. സോൺ ചെയർമാൻ സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് PR ബിജു, VJ തോമസ്, വിജി തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനയും പ്രമേഹ രോഗ നിർണയ ക്യാമ്പും ഒരുക്കിയിരുന്നു. പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. തീരദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 മീറ്ററോളം കടൽ കയറി. പാലപ്പെട്ടി, കാപ്പിരിക്കാട്, അജ്മീർ നഗറിലും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ തീരദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മുതൽ കടൽക്ഷോഭം തുടരുന്നത്. കടൽഭിത്തി തകർന്നു കിടക്കുന്ന അജ്മീർ നഗർ ബീച്ച്, കാപ്പിരിക്കാട് തീരത്താണ് ശക്തമായ കടൽക്ഷോഭം. തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. കടൽഭിത്തി ഇല്ലാത്ത മേഖലയിൽ കര നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 100ഓളം കുടുംബങ്ങളാണ് കടലാക്രമണ ഭീതി നേരിടുന്നത്. ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. എപ്പോൾ വേണമെങ്കിലും വീടും കടലെടുക്കുമെന്ന ഭയമാണ് ഇവർക്ക്. പല വീടുകളും കടലെടുക്കാൻ ഇനി മീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കടലെടുത്ത് 1/2 ഏക്കറോളം സ്ഥലമാണ് പ്രദേശവാസികൾക്ക് നഷ്ടമായത്. മാറി മാറി വന്ന ഭരണ നേതൃത്വം പല പ്രഖ്യാപനങ്ങളും നടത്തിയെന്നല്ലാതെ അതൊന്നും തീരദേശത്തിന് ഗുണപ്രദമായിട്ടില്ല എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ സാഹചര്യം. 32 വർഷം മുൻപ് ഇവിടെ കടൽഭിത്തി കെട്ടിയിരുന്നു. നിലവിൽ ഒരുപാട് ദൂരെ കടലിലാണ് അത് കിടക്കുന്നത്. പിന്നീട് സുരക്ഷയ്ക്കോ പുനർനിർമ്മാണം നടത്തുവാനോ മാറിവന്ന MLA മാർക്കും MP മാർക്കും സാധിച്ചില്ല.
പൊന്നാനി മണ്ഡലത്തിൽ ആകെ 10 കിലോമീറ്ററിനുള്ളിലാണ് നിലവിൽ കടൽഭിത്തി ആവശ്യമായി വരുന്നത്. പല സ്ഥലങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ കടലിൽ കല്ലുകൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. കടൽക്ഷോഭം മൂലം തകരുന്ന കടൽഭിത്തി യഥാസമയം ആവശ്യമായ പുനർനിർമ്മാണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ധനസഹായം ലഭിക്കുമോ എന്ന ഭയത്താൽ ഇക്കാര്യം ആരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനും തയ്യാറില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കടലിന്റെ സ്വഭാവം അറിയാവുന്നവരല്ല ഭരണകർത്താക്കൾ. പക്ഷേ പാലപ്പെട്ടിയിലെ തീരദേശത്തുണ്ടാകുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെങ്കിൽ കൃത്യമായ തീരുമാനവും ശക്തമായ നടപടിയും അനിവാര്യമാണ്. പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നതെങ്കിൽ ഇതിന് മറ്റൊരു സ്ഥലം കിട്ടുക എന്നത് വളരെ പ്രയാസമാണ്. പാലപ്പെട്ടിയിൽ കടലൊന്ന് മറിഞ്ഞാൽ തകരുന്നത് തീരദേശവാസികളുടെ ജീവിതമാണ്. ഇനി ഇവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, മറിച്ച് ശാശ്വതമായ പരിഹാര മാർഗങ്ങളാണ്. അതിന് നടപടിയുണ്ടാകണമെന്നാണ് ഇവരുടെ അപേക്ഷ. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഫസലുർ റഹീം, വൈസ് പ്രസിഡന്റുമാരായ ബിജു ആൽഫ, MA ഉസ്മാൻ, അലക്സ് ജോണി, സെക്രട്ടറിമാരായ MJ സ്റ്റീഫൻ, VS ശ്രീജൻ, വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഡെന്നി ചുങ്കത്ത്, CV ഷൈജു, ആനി ജോസ്, സുമേഷ് കാഞ്ഞിരക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ തിരുവെങ്കിടം ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു. സമാദരണ സദസ്സ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി, നഗരസഭാ കൗൺസിലർ ചന്ദ്ര രാമകൃഷ്ണൻ, P മുരളീധര കൈമൾ, K നന്ദകുമാർ, ശശി വാർനാട്ട്, ശ്രീദേവി ബാലൻ, ജിഷോ പുത്തൂർ, ഷൺമുഖൻ തെച്ചിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് സംഘടന മറ്റം ഇടവക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 2 പതാക ദിനമായി ആചരിച്ചു. രാവിലെ 7:30 നടന്ന ദിവ്യബലിക്ക് ശേഷം പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തി. തുടർന്ന് സന്ദേശം നൽകുകയും ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് EF സണ്ണി അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭക്തസംഘടന ഏകോപന സമിതി പ്രസിഡന്റ് DL ആന്റണി, കൈക്കാരൻ MJ ജോഷി, അതിരൂപത പ്രതിനിധി ജോൺസൺ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി, അമല മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലെ നഴ്സുമാരുടെ നീതിരഹിതമായ സമരത്തെയും സമരത്തിന്റെ പേരിൽ അതിരൂപത അധ്യക്ഷനെയും സഭയെയും അവഹേളിക്കുന്ന തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾക്കും എതിരെയുള്ള പ്രതിഷേധ പ്രമേയം വായിച്ചു പാസാക്കി. പതാക ദിനത്തിന്റെ സ്മരണാർത്ഥം പള്ളിയങ്കണത്തിൽ ഫലവൃക്ഷത്തൈ നട്ടു. സംഘടനയിൽ പുതിയതായി അംഗത്വമെടുത്ത 8 പേർക്ക് ഡയറക്ടർ മെമ്പർഷിപ്പും ID കാർഡും വിതരണം ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് സംഘടനാംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. കൺവീനർ KI പിയൂസ്, ട്രഷറർ CJ ബാബു, കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളായ MK വർഗീസ്, അലക്സ് ജോസ് K എന്നിവർ പതാക ദിനാചരണത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലുങ്ക് അപകടാവസ്ഥയിൽ. കലുങ്കിന്റെ അടിഭാഗം വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിൽ രൂപപ്പെട്ട വിള്ളൽ വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മുതുവട്ടൂരിനെയും കാവീടിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത്. കലുങ്ക് നിർമ്മാണ വേളയിൽ കോൺക്രീറ്റ് സ്ലാബുകൾ ആവശ്യത്തിന് കനം കുറിച്ച് നിർമ്മിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്ലാബിനടിയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയതോടെ 2-3 ആളുകൾക്ക് സുഖമായി നിൽക്കാൻ പാകത്തിലുള്ള വലിയൊരു ഗുഹയാണ് കലുങ്കിന് താഴെ രൂപപ്പെട്ടിട്ടുള്ളത്. റോഡും കലുങ്കിന്റെ സ്ലാബും ചേരുന്ന ഭാഗത്താണ് വിള്ളൽ കൂടുതൽ ഗുരുതരമായിരിക്കുന്നത്. സ്കൂൾ വാഹനങ്ങളും ടിപ്പർ ലോറികളുമടക്കം 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി ഇതിലൂടെ കടന്നുപോകുന്നുണ്ട്. സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരം സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഏത് നിമിഷവും റോഡ് ഇടിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഈ അവസ്ഥ തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. താമരൂര് മുതുട്ടൂര് കാവീട് മുതുട്ടൂർ റോഡിന്റെ ഹരിദാസ് നഗറിലുള്ള ഈ പാലത്തിങ്ക് വർക്ക്ഷോപ്പിന്റെ മുന്നിലുള്ള ഈ കൽവർട്ട്, ഇത് 4 ദിവസമായി ഇത് ഈ നിലയ്ക്ക് കിടക്കുന്നു. ഇത്രയും ബസ്സുകളും സ്കൂൾ കുട്ടികളുടെ ബസ്സുകൾ, അതുപോലെ ട്രാവലർ, അങ്ങനെ ഒരുപാട് സൈക്കിളിൽ പോണ വിദ്യാർത്ഥികളും ടിപ്പർ ലോറികളും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഇതിന്റെ അടിയിൽ വലിയ 2-3 ആൾക്ക് നിൽക്കാനുള്ള ഒരു ഗുഹയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് PWD അത് നേരേക്ക് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് നാട്ടുകാർ മുന്നറിയിപ്പിനായി കല്ലുകളും മരക്കൊമ്പുകളും നിരത്തിവെച്ച് റിബൺ കെട്ടിയിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് കലുങ്കിന്റെ ബലപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിങ്ങളുടെ കുട്ടിയെ പരിപാലിക്കുന്നതോടൊപ്പം തന്നെ സ്വയം പരിപാലിക്കുകയും ചെയ്യുക, മാതാപിതാക്കൾക്കുള്ള സ്വയം പരിശീലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ക്ലാസ് ഗൈഡൻസ് കൗൺസിലർ CM സലോമി നയിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ഫാദർ മത്തായി OAC നിർവഹിച്ചു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് തംചീരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ NJ ലിസി സംസാരിച്ചു. മാതാപിതാക്കളുടെ മാനസികാരോഗ്യം, സമ്മർദ്ദ നിയന്ത്രണം, സ്വയം പരിപാലനത്തിന്റെ പ്രാധാന്യം എന്നിവയിലൂന്നിയായിരുന്നു ബോധവൽക്കരണം. നിരവധി രക്ഷിതാക്കൾ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭ, കൃഷിഭവൻ, ആർത്താറ്റ് കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ബിജു എന്നിവർ സംസാരിച്ചു. കാർഷിക പ്രദർശനവും വിപണനവും ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കർഷകർ നേരിട്ട് ഉൽപ്പാദിപ്പിച്ച വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മയുള്ള ബലവൃക്ഷത്തൈകളുടെയും പ്രദർശനവും വിൽപ്പനയും ടൗൺഹാളിലുണ്ടായിരുന്നു. നിരവധി പൊതുജനങ്ങളും കർഷകരും വിപണി പ്രയോജനപ്പെടുത്തി. ചന്തയോടനുബന്ധിച്ച് കർഷകർക്കായി പ്രത്യേക സംവാദവും ഒരുക്കിയിരുന്നു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, കാംകോ, SMAM എന്നിവയുടെ പ്രതിനിധികൾ, സംരംഭകർ, കാർഷിക രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന കർഷകർ എന്നിവർ പങ്കെടുത്തു. കാർഷിക മേഖലയിലെ പുതിയ നിക്ഷേപ സാധ്യതകൾ, സംരംഭകത്വ അവസരങ്ങൾ, വിവിധ സർക്കാർ പദ്ധതികൾ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. മാർക്കറ്റിംഗ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത്ത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ്, കൃഷി ഓഫീസർ സ്വേഗ ആന്റണി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കൃഷി ഓഫീസർ S ജയൻ സംവാദത്തിന് നേതൃത്വം നൽകി. ആത്മ SHM ജീവനക്കാരും സംബന്ധിച്ചു. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ ഫെസ്റ്റിവലിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുകയും സെന്റ് TV ഇന്റർനാഷണൽ കൾച്ചറൽ എക്സലൻസ് അവാർഡിന് പരിഗണിക്കുകയും ചെയ്ത മള്ളൂർ ഗോപിനാഥനെ പൈതൃകം ഗുരുവായൂർ ആദരിച്ചു. പൈതൃകം മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KK വേലായുധൻ പൊന്നാട അണിയിച്ചു. ശശികുമാർ കൊടമന ഉപഹാരം നൽകി. രവി വട്ടരങ്ങത്ത്, പ്രഹ്ലാദൻ മാമ്പറ്റ്, സുനിത രവി, MV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കടകമ്പാൽ ഗ്രാമപഞ്ചായത്തും പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിറയ്ക്കൽ അറഫ പാലസിൽ നടന്ന നെഞ്ചുരോഗ പരിശോധനയുടെയും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിന്റെയും ഉദ്ഘാടനം കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ ജോൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ, ഹെൽത്ത് സൂപ്പർവൈസർ സുരേഷ് ബാബു, ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ അഖില, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സോണി സക്കറിയ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ കഫ പരിശോധന, എക്സ്റേ, CYTB, NCD ക്ലിനിക്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും ഒരുക്കിയിരുന്നു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവന മാർഗങ്ങളും ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള VBG റാം പദ്ധതിയുടെ വടക്കേക്കാട് പഞ്ചായത്ത് ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ് സംസാരിച്ചു. വിവിധ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തൊഴിലാളികളും പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ പവിത്രതയെ അപമാനിക്കുന്ന തരത്തിൽ പരസ്യം നൽകിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ സ്വകാര്യ ലോഡ്ജിലേക്ക് മാർച്ച് നടത്തി. മഞ്ജുളാൽ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള ലോഡ്ജിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ലോഡ്ജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ, സിന്ധു ശശിധരൻ, ദീപ ബാബു, ഷിബിൻ പാക്കത്ത്, ജിതിൻ പൂക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,180 രൂപ. സ്വർണം പവന് 1,05,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ.
ചരമം പുന്നയൂർക്കുളം മാവിൻ ചുവട് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കരുവീട്ടിൽ അബ്ദുൾ റഹീം നിര്യാതനായി 66 വയസ്സായിരുന്നു. സുഹറയാണ് ഭാര്യ. ഇസഹാക്ക്, ഇസാൻ, റഫീന, റസിയ എന്നിവർ മക്കളാണ്. ഖബറടക്കം നടന്നു. പുന്നയൂർ പാവിട്ടക്കുളങ്ങര ക്ഷേത്രം മൂരാളൻ കുന്നത്ത് ഇല്ലത്ത് സുബ്രഹ്മണ്യൻ മൂസദ് നിര്യാതനായി 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധയാണ് ഭാര്യ. ഉഷ, നിഷ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കേരള വിഷൻ കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് ഇനി രാജ്യത്ത് എവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ ആസ്വദിക്കാം. KV Go എന്ന പുതിയ മൊബൈൽ TV സേവനത്തിന് തിരുവനന്തപുരത്ത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തുടക്കം. പ്രിയ നേതാവിന് നാട് യാത്രാമൊഴിയേകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന് നേതാക്കൾ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. 4 ലക്ഷത്തിലധികം പേർക്കുള്ള ഊട്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും 48 വർഷങ്ങളുടെ പുണ്യവുമായി പാലയൂരിലെ തിരുനാളിനെ സദ്യവട്ടങ്ങളുമായി ഗുരുവായൂർ നാരായണൻ നായർ. പുന്നയൂരിലെ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഭരണസമിതിക്കെതിരെ തിരിയുന്നു. രാഷ്ട്രീയമായി ദുരഭിമാനത്താൽ ജനങ്ങളുടെ ചിരകാല അഭിലാഷത്തെ അട്ടിമറിക്കാനാണ് UDF ഭരണസമിതിയുടെ ശ്രമമെന്ന് ആക്ഷേപം. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. തീരദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 മീറ്ററോളം കടൽ കയറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.